പാചകവാതകത്തിൻ്റെയും ഇന്ധനത്തിൻ്റെയും വിലയടക്കം സകല വസ്തുക്കളുടെയും വിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തെയും സംഘർഷത്തെയും ആശ്രയിച്ചിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തെ സംബന്ധിച്ചിട്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാർ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വാർത്തയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അമേരിക്ക ഇറാൻ സമാധാന കരാർ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനകം ഇരു രാജ്യങ്ങളിലും കരാറിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരിക്കുന്നു. അതേസമയം കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയിയുടെ സംസ്കാരം ജൂലൈ 9 നടക്കുമെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ആന്റണി ജെ ജോർജ് വിവരങ്ങളുമായി ചേരുന്നു. ആന്റണി ജെ ജോർജ്, ഈ ഒരു സമാധാന കരാർ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേർ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുണ്ട്. നമ്മുടെ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കുന്നതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഈ ഒരു വാഗ്ദാനം എത്രത്തോളം വിശ്വസിക്കാവുന്നതാണ്? തീർച്ചയായും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ ഇറാനും അമേരിക്കയും തമ്മിൽ കരാറിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് പറയുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ ഈ ഇറാനുമായുള്ള അന്തിമ ധാരണയിലേക്ക് എത്തും എന്നുള്ള കാര്യം. അത് സംബന്ധിച്ചുള്ള സൂചനകൾ ഇറാനും കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു. ആ 14 കരാറിന്റെ വിവരങ്ങൾ ഇറാൻ തന്നെ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ഈ ഹോർമൂസ് കടലിടുക്ക് 30 ദിവസത്തിനുള്ളിൽ തുറക്കൽ, അവിടെ നിന്ന് ഇനി ഇപ്പോൾ ഉള്ളതുപോലെ ഈ ടോൾ ഈടാക്കൽ നിർത്തൽ, അതുപോലെ തന്നെ ഈ ഇറാന്റെ കയ്യിലുള്ള അവർ സമ്പുഷ്ടീകരിച്ച ആണവ ഊർജം അത് അമേരിക്കയ്ക്ക് കൈമാറലടക്കമുള്ള വ്യവസ്ഥകൾ അടങ്ങിയതാണ് ഈ 14 നിർദ്ദേശങ്ങൾ. അതിൽ ഭൂരിഭാഗത്തിലും ഇത്തരത്തിൽ അന്തിമ ധാരണയായിട്ടുണ്ടെന്നുള്ള സൂചനകൾ ഇരു വിഭാഗങ്ങളും നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയും ഈ കരാറിന് തൊട്ടടുത്താണ് ഈ അമേരിക്കയും ഇറാനും എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു. ചില കാര്യങ്ങളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അതിനിടയിലാണ് ഈ സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇതിന് മധ്യസ്ഥം വഹിക്കുന്ന ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ ഈ ഒരു ശുഭസൂചകമായ റിപ്പോർട്ട് നൽകുന്നത്. അതായത് 24 മണിക്കൂറിനകം ഇരു രാജ്യങ്ങളും ഈ കരാറിൽ അന്തിമ ധാരണയിലേക്ക് എത്തും. അതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോണിക് ഓൺലൈൻ മുഖാന്തരം ഇത് ഒപ്പിടുന്നതിനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ പാകിസ്ഥാൻ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ പാക് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 24 മണിക്കൂറിൽ ആ കരാർ വന്നാൽ സ്വാഭാവികമായും അത് ലോകത്തിന് വലിയ ആശ്വാസമാകും. പ്രത്യേകിച്ച് ഹോർമൂസിന്റെ കാര്യത്തിൽ ഇപ്പോഴും പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹോർമൂസ് തുറക്കാത്ത ഇത് വലിയ പ്രതിസന്ധി ലോകത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കരാർ നിലവിൽ വന്നാൽ ആദ്യത്തെ ആശ്വാസം ഹോർമൂസ് തുറക്കും എന്നുള്ളത് തന്നെയാണ്. അത് വലിയ പ്രതിസന്ധിക്ക് അയവ് വരുത്തുകയും ചെയ്യും. ഏതായാലും 24 മണിക്കൂർ സമയത്തിനുള്ളിൽ അത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി പങ്കുവെക്കുന്നത്. ഏതായാലും അതിനോടടുത്തുള്ള സൂചനകൾ അമേരിക്കയും ഇറാനും നൽകുകയും ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒപ്പം ഉള്ളൊരു കാര്യമാണ് ഈ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അദ്ദേഹം ആ സംഘർഷം ഉണ്ടായതിന് ഫെബ്രുവരിയിലാണ് കൊല്ലപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയിട്ടില്ല. ഏതായാലും ഇപ്പോൾ അതിന്റെ തീയതി ഇറാൻ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 മുതൽ 9 വരെ ആയിരിക്കും, ജൂലൈ 4 മുതൽ 9 തീയതി വരെ ആയിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 4 തീയതി ടെഹ്റാനിൽ ഈ സംസ്കാര ചടങ്ങുകളുടെ തുടക്കം നടക്കും. അതിനുശേഷം 9 തീയതി ഈ ഖമനേയിയുടെ ജന്മദേശമായ തെക്ക് കിഴക്കൻ മാർഷാദ് നഗരത്തിൽ, അത് പുണ്യനഗരമാണ്, ആ നഗരത്തിൽ പുണ്യനഗരമായാണ് ഇറാനിലെ ജനങ്ങൾ അതിനെ കാണുന്നത്. അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നുള്ള കാര്യവും ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ വീണ്ടും സംഘർഷത്തിലേക്ക് പോയിരുന്നു. ഏതായാലും ഇപ്പോൾ ആ സംസ്കാര ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി തന്നെ ഒരു സമയവും ഇറാൻ കുറിച്ചിരിക്കുന്നു. ഏതായാലും ഫെബ്രുവരി 28 തുടങ്ങിയ സംഘർഷങ്ങൾ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നു എന്നുള്ള ശുഭസൂചകമായ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ശരി, അമേരിക്ക ഇറാൻ സമാധാന കരാർ ഉടൻ നടപ്പിലാകാൻ പോകുന്നുവെന്ന് സൂചിപ്പിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ആന്റണി ജെ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.